1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ. 9001 56 800120. കേരള ടൂറിസം ഫ്ലവേഴ്സ് ഓണരഥം നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ BEM ഹയർ സെക്കൻഡറി സ്കൂൾ പരപ്പനങ്ങാടിയുടെ ഒരു കലാലയത്തിലാണ്. കലയുടെയും സംസ്കാരത്തിൻ്റെയും മധുര സ്മരണയുള്ള ഏറനാടിൻ്റെ വശ്യസുന്ദരമായ മനോഹരമായ വരദായിനിയാണ് നമ്മുടെ ഈ ഒരു പരപ്പനങ്ങാടി. ഒരുപാട് കലാകാരന്മാരും കലയെ നെഞ്ചിലേറ്റുന്ന ഒരു വലിയൊരു ജനതയുടെ മണ്ണിലാണ് നാം നിൽക്കുന്നത്. എല്ലാവരും റെഡിയല്ലേ? ഒരുപാട് നേരമായി നിങ്ങളൊക്കെ ഇങ്ങനെ ഒരു കനത്ത മഴയൊക്കെ തരണം ചെയ്ത് നിൽക്കുന്നല്ലേ. ഒരുപാട് കലാകാരന്മാരിങ്ങനെ റെഡിയായി നിൽക്കുന്നത് അവരുടെ കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടി. ഇനി 1-2 ദിവസം മാത്രമേ ഉള്ളൂ അല്ലേ നമ്മുടെ ഓണം ഇങ്ങനെ തകർക്കാൻ വേണ്ടി. അപ്പോൾ ഓണത്തിന് എല്ലാവരും റെഡിയല്ലേ? കരുത്തിൻ്റെയും കരുതലിൻ്റെയും ആർദ്രതയുടെയും സഹജീവി സ്നേഹത്തിൻ്റെ ഉദാത്തമായ മഹാകാശ സീമകൾ താണ്ടിക്കൊണ്ട് നാം ഓരോരുത്തരും സഞ്ചരിക്കുമ്പോഴാണ് വ്യക്തിപരിധിയുടെ ഈ ചെറിയ ലോകത്തിൽ നിന്നും PET പോലുള്ള ഈ ഒരു സാമൂഹ്യ പരിധിയുടെ ലോകത്തേക്ക് ചുവടുവെക്കുന്ന വലിയൊരു ജീവകാരുണ്യ സംഘടനയെ നാം പരിചയപ്പെടുന്നത്. എന്നിരുന്നാലും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നൽകുന്ന PET ആണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ഒരു വേദി ഒരുക്കി തന്നത്. അതിൻ്റെ അധികൃതരെല്ലാം ഈ വേദിയിലേക്ക് ഉദ്ഘാടന ചടങ്ങിനായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതിൽ തന്നെ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ഷാഹുൽ ഹമീദ് അവറുകളെ വളരെ സ്നേഹത്തോടു കൂടി ആദരവോടുകൂടി ഈ ഒരു വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. PET ചെയർമാൻ ഡോക്ടർ MA കബീർ അവറുകളെയും പ്ലീസ് വെൽക്കം. ഒപ്പം തന്നെ PET കൺവീനർ മിസ്റ്റർ വിനോദ് AV അവറുകളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ നമുക്കേറെ പ്രിയപ്പെട്ട പോലീസ് അധികാരി പരപ്പനങ്ങാടി SHO CI വിനോദ് സാറിനെയും വളരെ സ്നേഹത്തോടു കൂടി സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു ഉദ്ഘാടന ചടങ്ങോടുകൂടി നമ്മൾ അടിച്ചു പൊളിക്കല്ലേ. ഏതായാലും പരപ്പനങ്ങാടിയിൽ എത്തിച്ചേർന്ന ഫ്ലവേഴ്സ് ടീവിനെ മുടിവൻ അംഗങ്ങളെയും പരപ്പനങ്ങാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും PETയുടെ ഓണാശംസകൾ. കേരളത്തിലെ ഏറ്റവും മികച്ച ചാനലുകളിലൊന്നായ ഫ്ലവേഴ്സ് ടിവിയോടൊപ്പം ഈ തവണ ഓണം ആഘോഷിക്കാൻ കഴിയുന്നു എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ കാര്യമാണ്. എല്ലാവരും ജാതിമത ഭേദമന്യേ എല്ലാ മലയാളികളും ഓണം ആഘോഷിക്കുകയാണ്. ഈ ഓണത്തിൻ്റെ ഭാഗമായൊരു ഓണത്തിൽ എന്ന പരിപാടി ഉണ്ട്. അത് ഇപ്രാവശ്യം വേണ്ട എന്ന് പ്രത്യേകം നിങ്ങളെല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഈ ഓണം നന്നായി നമുക്ക് ആഘോഷിക്കാൻ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിൽ ഒരുപാട് നന്ദിയും സന്തോഷമുണ്ട്. നമസ്കാരം. ഈ ഓണത്തിന്റെ വൈബ് ആവാൻ വേണ്ടി നമുക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകളോട് തയ്യാറായി നിൽക്കുന്നുണ്ട്. നമ്മൾ പ്രോഗ്രാമിലേക്ക് കടന്നാലോ? പരപ്പനങ്ങാടിയുടെ ഒരു ഉഷാറൊന്ന് നല്ലൊരു കയ്യടി പോരട്ടെ. ഫ്ലവേഴ്സിന്റെ ഭാഗം നിങ്ങൾക്ക് കുറച്ച് സമ്മാനങ്ങൾ വേണ്ടേ? കുറച്ച് ചോദ്യങ്ങൾ ഓണത്തിനെ സംബന്ധിച്ച് അങ്ങനെ ചോദിക്കും. ആൻസർ അറിയാവുന്നവർ കൈപൊക്കുക, ഇവിടെ ഒന്ന് ആൻസർ പറയുക. കൃത്യമായ ആൻസർ ആണെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം. റെഡിയല്ലേ? യെസ്. അപ്പോൾ ആദ്യ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഓണപ്പൂവ് എന്നറിയപ്പെടുന്നത് ഒരുപാട് പൂവും കിട്ടും, എന്നാലും ഓണപ്പൂവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതാണ്? അതാ ഒരാൾ അവിടുന്ന് കൈപൊക്കിയിട്ട് ഫസ്റ്റ് ആൻസർ അവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി. ഇവിടെ വന്നിട്ട് പറയണം. ആൻസർ അറിയാലോ? എന്നാൽ ധൈര്യമായിട്ട് പറഞ്ഞു നമ്മുടെ ഓഡിയൻസിന് പറ്റും. തുമ്പപ്പൂ. റൈറ്റ് അല്ലേ? എന്റെ പേരെന്താണ്? മൃദുല. എന്താ ചെയ്യുന്നത്? ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അല്ലേ? മിൽമയുടെ വക മനോഹരമായ ഒരു സമ്മാനമാണ്. ഒരു ഉഷാറായിട്ട് ഒരു കൈയടിച്ചു. താങ്ക് യു. ഓണപ്പാട്ട് എന്നൊരു പ്രശസ്തമായൊരു കവിതയുണ്ട്. അത് എഴുതിയത് അവിടുന്ന് ആരോ ആൻസർ പറഞ്ഞു. അവർ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നോളൂ. എന്റെ പേരെന്താണ്? ഷഫീഖ്. എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു സാധാരണക്കാരനാണ്, കൽപ്പണിക്കാരനാണ്. ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നു. ആണല്ലേ? പക്ഷേ ഈ ജിം ബോഡിയൊക്കെ കണ്ടിട്ട് ഞാൻ വിളിച്ചു പോലീസ്. ഞാനൊരു വടംവലിക്കാരനും കൂടിയാണ്. ഓ, എന്തായാലും ഓണത്തിന് നമുക്ക് വടംവലി എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ സ്വന്തം മത്സരമാണ് അല്ലേ? അപ്പോൾ ആൻസർ അറിയോ? വൈലോപ്പള്ളിയാണ് എന്നാണ് ആൻസർ. വൈലോപ്പള്ളി റൈറ്റ് ആൻസർ. യെസ്. അക്വായ് ഷർട്ട് നൽകുന്ന മനോഹരമായ ഒരു ഓണക്കോടിയാണ് ശ്രീ ഷഫീഖിന് ലഭിച്ചത്. ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ഓണം. നമ്മുടെ ഓണം എന്നൊക്കെ പറയുമ്പോൾ ഒരാൾ വേണ്ടേ? ആര്? മാവേലി വേണം. മാവേലി ഉണ്ട്. അപ്പൊ മാവേലി വരണമെങ്കിൽ ഓണപ്പാട്ട് വേണ്ടേ? അപ്പൊ ആദ്യം ഓണപ്പാട്ട് വരട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് മാവേലി ക്ഷണിക്കാം. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ
ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കു മുട്ടില്ലതാനും മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കു മുട്ടില്ലതാനും. നമുക്ക് നമ്മുടെ മാവേലി ഒന്ന് പരിചയപ്പെടണ്ടേ? ഞാൻ മാവേലി പാതാളത്തിലാ. ഈ നാടിന്റെ പഴയ ഓണറാ. എങ്ങനെയുണ്ട് നമ്മുടെ റോഡൊക്കെ? ചില ഭാഗങ്ങളൊക്കെ അടിപൊളിയാണ്, ചില ഭാഗങ്ങളൊക്കെ ആയത്തിനകൾ മോശമാണ്, നന്നാക്കണം. എന്തായാലും മാവേലി പഴയകാല ഓണവും ഈ കാല ഓണവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട്. ഏതാ ബെറ്റർ? ഇപ്പത്തെ ഓണം തന്നെയാണ് ബെറ്റർ. ഇപ്പോഴത്തെ ഓണമാണ് ബെറ്റർ. അത് നമ്മുടെ പരപ്പനങ്ങാടിയിൽ ഇവരുണ്ടായതുകൊണ്ടാണോ? അതല്ല, എന്താന്ന് വെച്ചാല് പണ്ടത്തെ കാലം ഓണം എന്ന് പറയുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളൊരു ഓണാണ്. ആ ഓണം ആഘോഷിക്കുകയാണെങ്കിൽ അച്ഛനും അമ്മയൊക്കെ പണിക്ക് പോകണോ, അച്ഛനും അമ്മേനെയും കാത്തിരിക്കണോ. ഇപ്പം അതല്ല, ഒരു 18-20 വയസ്സായ കുട്ടികളെ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ കഴിച്ചാൽ അവർ സമ്പാദിക്കാൻ തുടങ്ങി. അച്ഛനും അമ്മയ്ക്ക് അത്ര ബുദ്ധിമുട്ടില്ല. ആ തലത്തിൽ നോക്കുമ്പോൾ കുടുംബപരമായിട്ട് ബെറ്ററാണ്. പട്ടിണിയില്ല അല്ലേ? നമ്മുടെ ഓണത്തിന്റെ പാട്ട് മാവേലി എന്തെങ്കിലും പാടുവോ? എന്തെങ്കിലും ഉണ്ടോ? ഓണമായോ വെണ്ണിലാവേ പൊന്നിൻ ചിങ്ങമായോ പൂന്തെന്നലേ കരുകരെ കാർമുകിൽ മാഞ്ഞുവെന്നോ തെരുതെരെ പുലർവാനം തെളിഞ്ഞുവെന്നോ ഓണവില്ലെത്തിയോ പൂത്തുമ്പിയെത്തിയോ ഓണവില്ലെത്തിയോ പൂത്തുമ്പിയെത്തിയോ മാതേവരെ അണിഞ്ഞോ നീർമാതളം പൂത്തോ ഓണമായോ വെണ്ണിലാവേ പൊന്നിൻ ചിങ്ങമായോ പൂന്തന്നലേ ഓണം പൊന്നോണം 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 വന്നേ ഓണം പൊന്നോണം പൊന്നോണം വന്നേ ഓണം പൊന്നോണം പൊന്നോണം വന്നേ. അല്ലേ, ഒരു പ്രവാസിന്റെ ഒരു ഫീലിംഗ് പോലെ തോന്നി ഞങ്ങൾക്ക്. അങ്ങനെ തോന്നിക്കണേ ഞങ്ങൾ കൈയടിക്കുന്നേ. അടിപൊളി. അതാണ് ഇങ്ങനെ ഓണാഘോഷമൊക്കെയാണ് നമുക്ക് ഉള്ളത്. പക്ഷെ ഫ്ലവേഴ്സിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം ഞാനൊരു ഫ്ലവേഴ്സിന്റെ ആളാ. ആണോ? കോമഡി ഉത്സവം 2 എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. മിമിക്രി ആണോ ഇത്? മിമിക്രി അല്ല, സ്കിറ്റ്. എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം നമ്മുടെ അർജുനൻ ചേട്ടൻ തട്ടിമുട്ടി അദ്ദേഹത്തിന്റെ ശബ്ദം മോഹനവല്ലി, അമ്മയുടെ അരിക്കലിൽ നിന്ന് ഒരു 500 രൂപ തരാമോ? മറ്റൊന്നിനുമല്ല, ഒരു പാവത്തിനെ സഹായിക്കാനാ. വേറെ ആരുമല്ല അമ്മേ, നമ്മുടെ കമലാസനാ. അമ്മയ്ക്ക് ഞാൻ എൻ്റെ പുതിയ കവിത ചൊല്ലി കേൾപ്പിച്ചേക്കട്ടെ? അല്ലേലും വേണ്ട കലാബോധം ഇല്ലാത്ത വർഗങ്ങള്. കമലാസനാ, സന്തോഷം. ഓണം കളറാക്കുക, അടിച്ച കൊടുപ്പ് പൊളിക്കുക, അവർ വർത്താനിക്കുക. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ ബ്ലൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് 20 വയസ്സ് വരെ കാഴ്ച ഉണ്ടായുള്ളൂ. ഇപ്പം 14 വർഷമായിട്ട് എനിക്ക് കാഴ്ചയില്ല. പിന്നെ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് സന്തോഷം കൊണ്ട് എൻ്റെ കയ്യും കാലൊക്കെ വിറയ്ക്കുന്നുണ്ട്. നമ്മുടെ ഈ ഓണരഥം ടെലികാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഇനി അങ്ങോട്ട് വച്ചടി കയറ്റായിരിക്കും തീർച്ചയായിട്ടും. അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആശംസിക്കുന്നു. ശ്രുതിക്ക് വേണ്ടി മിൽമ നൽകുന്ന, ഒപ്പം ഫ്ലവേഴ്സ് നൽകുന്ന 2 സമ്മാനങ്ങളാണ് നൽകുന്നത്. ഓണത്തിൻ്റെ ഒരു അടിപൊളി മധുരമുള്ള പായസം വെച്ച് നൽകാൻ വേണ്ടി മിൽമ സ്പോൺസർ ചെയ്യുന്ന പായസ കിറ്റ് ആൻഡ് ഫ്ലവേഴ്സിൻ്റെ ഒരു സ്നേഹ സമ്മാനം. നമ്മുടെ ഓഡിയൻസിനിടയിൽ ഇതാ അമ്മയില്ലേ, നല്ലൊരു വിളക്കായിട്ടാണ് തോന്നുന്നത്. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു വിളക്ക്. അമ്മ ഒന്ന് വേദിയിലേക്ക് വരുമോ? ഒരു ചിരിയൊക്കെ ആവാം. പിന്നെ എന്താ ഓണവിശേഷങ്ങൾ പറ. ഓണവിശേഷങ്ങൾ നേരത്തെ നിങ്ങൾ ചോദിച്ചല്ലോ, പഴയ ഓണാണോ പുതിയ ഓണാണോ? നിങ്ങൾക്ക് അമ്മയ്ക്ക് ഏതാണ് ബെറ്റർ, പഴയതാണോ പുതിയതാണോ? നിന്റെ അഭിപ്രായത്തിൽ പഴയ ഓണായിരുന്നു നല്ലത്. ഇപ്പോഴത്തെ ഇന്നത്തെ ഓണം കൃത്രിമ ഓണാണ്. എന്താ വെച്ചാൽ എല്ലാം വാങ്ങാൻ കിട്ടും. പക്ഷെ പണ്ട് ഞങ്ങൾ പൂവട്ടിയൊക്കെ തൂക്കി എല്ലായിടത്തും നടന്ന് പൂവൊക്കെ പറിച്ച്, പിന്നെ അതിനേക്കാളും പ്രശ്നം നേരത്തെ പറഞ്ഞ പോലെ അമ്മയൊക്കെ പണിക്ക് പോയി വന്ന് അവർ കൊണ്ടുവരെ നോക്കി പിറ്റേ ദിവസം വയറ് നിറച്ച് ചോറുണ്ണുന്ന ഒരു ഓണായിരുന്നു പണ്ടത്തെ ഓണം. അന്ന് വലിയ സദ്യകളൊന്നും ഇല്ലെങ്കിലും കുറച്ചുണ്ടെങ്കിലും അതൊരു സുഖമാണ് അല്ലേ? നമ്മുടെ പേര് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയും. എൻ്റെ പേര് ഗൗരി എന്നാണ്.
ഞാനൊരു കുടുംബശ്രീ പ്രവർത്തകയാണ്. പിന്നെ ഇപ്പം നമ്മളൊരു ഹരിതകർമ്മസേന എന്ന് പറഞ്ഞിട്ട് വീടുകളിലൊക്കെ പോയിട്ട് പ്ലാസ്റ്റിക് ഒക്കെ എടുത്ത് ചെയ്യുന്നതിന് അതിന്റെ ഒരാളും കൂടിയാണ് ഇവിടുത്തെ പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിന്റെ ഹരിതകർമ്മസേനയുടെ സെക്രട്ടറിയാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ അമ്മയ്ക്ക്, ഗൗരി അമ്മയ്ക്ക് ഒരു മനോഹരമായ ഒരു ഓണക്കോടിയാണ്. അക്വായ് ഷർട്ട് നൽകുന്ന ഒരു ഷർട്ടായിരിക്കും. ഹസ്ബൻഡിനോ ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഒരു ഉഷാറായിട്ട് ഒരു കൈഡി കൂടി. ഓണരഥത്തിൽ ഇനി അടുത്തത് ചടുല നൃത്ത താള സമന്വയങ്ങളുമായുള്ള മനോഹരമായ നമ്മുടെ മലബാറിന്റെ സ്വന്തം കോൽക്കളിയാണ്. ലെറ്റ്സ് ഓൾ വെൽക്കം അവർ കോൽക്കളി ടീം ഓൺ ദി സ്റ്റേജ്. സൂരലോകമണിഹുറുഹിസാനികളെ സുഖം നൽകാൻ പുരുഷർക്കുള്ള ഹൃലികളെ സൂരലോകമണിഹുറുഹിസാനികളെ സുഖം നൽകാൻ പുരുഷർക്കുള്ള ഹൃലികളെ കരിവണ്ടിൻ നിറകൊത്ത മുടി വടിവാലും കവിൽ തടം മലരുടെ പുതു ഇതളാലും കമറൊളി മയങ്ങുന്ന മുഖത്തെളിവാലും സ്വർണച്ചുണ്ടാനത്തി പൊൻ ചിരിത്ത് കാട്ടും പുരുഷരിലിണങ്ങുവാൻ അതികൊതിയാലും പുനർവര ലോകമിൽ വധു അത് ചേരും പറയുവാൻ ഇവരുടെ പുതുമകൾ പലതും പെരുത്തുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞിടുന്നേ പെരുമാറ്റം സാലിഹരി കളിയാടുന്നേ ആർപ്പോ ആർപ്പോ റെഡി ആർപ്പോ. യെസ്, ഓണവും ഓണപ്പാട്ടും വിഷുവും വിഷുക്കണിയും റംസാനും ബക്രീദും ക്രിസ്മസും ഒക്കെ ഒരേ മനസ്സോടുകൂടി കൊണ്ടാടുന്ന ജനതയാണല്ലേ നമ്മുടെ മലബാറുകാർ അല്ലേ. ഓണമായാലും വിഷു ആയാലും എന്തായാലും നമ്മുടെ റംസാൻ ആയാലും ഒക്കെ നമ്മുടെ കോൽക്കളി വിട്ടിട്ട് നമ്മൾ ഒരു കളിയുമില്ല. അതാണ് നമ്മുടെ മലബാറുകാർ അല്ലെ. മാവേലി എന്ത് പറയുന്നു? അതെ, അത് പ്രത്യേകം പറയാനുണ്ട്. കാരണം കോൽക്കളിയിൽ മാത്രം ജാതിയും മതവും അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. കാരണം കല്യാണ വീട്ടിലാണെങ്കിലും പിന്നെ ക്ലബിന്റെ വാർഷികമാണെങ്കിലും എന്ത് ആഘോഷങ്ങളാണെങ്കിലും കോൽക്കളി ഒരു പ്രത്യേക സംഭവമാണ് മലബാറിൽ പ്രത്യേകിച്ച്. ചെറുപ്പക്കാർ കളിക്കുന്നതിനെക്കാട്ടി ഉഷാറായിട്ടാണ് ഇവര് കളിച്ചത്. അതൊക്കെ ആ മനസ്സിലെ ചെറുപ്പാണ് അല്ലേ. മാവേലി സാധാരണ അത്തം തുടങ്ങുന്ന സമയത്താണല്ലോ മാവേലി വരുന്നത്. ഇത്തവണ മാവേലി എന്താ ലേറ്റ് ആയത് വരാൻ? അത് പാതാളത്തിലിരിക്കുമ്പോ അറിയാലോ നമുക്ക് ഒരു സമയമായി തുടങ്ങി ഇങ്ങോട്ട് വരാനുള്ള വിളി വരുമല്ലോ. ഒരു വിളി വരും, എന്തെങ്കിലുമൊക്കെ ഒരു വിളി വരും. അപ്പൊ ഞാനത് കുറച്ച് നേരത്തെ ഇറങ്ങിയപ്പോ എന്തൊക്കെ ഒരു അപകടങ്ങൾ, ഭയങ്കര ശബ്ദമൊക്കെ താഴെ മേലെ കയറിയപ്പോ കൂരിയാട് വയ്ക്കാൻ വന്നത്. മാവേലി ആരെങ്കിലും അതുവഴി വരുമോ? റോഡൊക്കെ മൊത്തം പാതാളം തന്നെയല്ലേ അവിടെ. അതെല്ലാം കൂടി തലയിൽ വീണെന്ന് എന്റെ തലയിൽ വീണു. കോട്ടക്കൽ ആരോഗ്യശാലയിൽ കിടന്നിട്ടാ വരുന്നിപ്പോ. ആ വരുന്ന വഴിക്ക് എനിക്കൊരാളെ കിട്ടി. അപ്പൊ മാവേലി ഒറ്റക്കല്ലേ ഇപ്രാവശ്യം വന്നത്? അല്ലല്ല, കൂടെ ആളുണ്ടോ? കൂടെ ഒരാളുണ്ട്. എന്നാ പിന്നെ നമുക്ക് കാണണല്ലോ, കാണണ്ടേ? അതാ. യെസ്, എന്നാ വിളിക്കോ, വിളിക്കട്ടെ. വിളിക്കോ. കുഞ്ഞുമോനെ അങ്ങോട്ട് പോയോ. മാവേലി മാമന്റെ കുട്ടി ഇങ്ങോട്ട് വരേ. ഒരു കയ്യടി, നല്ലൊരു കയ്യടി. അല്ല, ഇത് മൊബൈൽ മണിക്കുമ്പോ സിം ഫ്രീ കിട്ടിയ പോലെ. അത് മൂപ്പർക്ക് ഒരു ആഗ്രഹമുണ്ട്. ആ ഒരു ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി വന്നതാണ്. മോന്റെ ആഗ്രഹം എന്താ? മോന്റെ പേരെന്നാ? കിച്ചു. കിച്ചുവിനൊരു ഉഷാറായിട്ട് കൈയ്യടി എടുത്തത്. നല്ല മനോഹരമായിട്ടാണ് ഈ കോസ്റ്റ്യൂം ഒക്കെ സെറ്റ് ചെയ്ത്. കുട്ടിയും ഒരു നാട് വഴി തന്നെ വന്ന് നമ്മുടെ. അതല്ല, മൂപ്പർക്ക് ഒരു ആഗ്രഹമുണ്ട്. അതായത് മൂപ്പര് ഫ്ലവേഴ്സിന്റെ ഉപ്പുമുളകും എന്ന സീരിയലിന്റെ ഭയങ്കര ആരാധകനാ. ഓ, മൂപ്പരെ ഒന്ന് ഫ്ലവേഴ്സിൽ കാണണം. ഓ, അതിനെന്താ ആ ഒരു ആഗ്രഹം വെച്ച് വന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളും ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കിച്ചുവിനെ. ഓക്കെ കിച്ചു, ഒരു ഹായ് പറ എല്ലാവർക്കും. എന്നിരുന്നാലും കിച്ചുവിന്റെ ഒരു ഡാൻസ് പെർഫോമൻസ് നമുക്ക് കണ്ടാലോ. മലബാറിന്റെ നല്ല സുന്ദരികളുടെ ഒരു മനോഹരമായ കളർഫുൾ ഐറ്റമാണ് ഒപ്പന. രാഗങ്ങൾ പേടിറങ്ങും
രാവിലെ ശോഭ തിങ്കും പരിണയ ദിനമായി തരുണി വിളങ്ങും പരിഗുണതികമായൊരുകി തിളങ്ങും പൊളിയാണോ അതിപരിഷാണോ മലരാണി ചന്തം പുതിയായി സഭയതിലാണോ പരമായി പ്രഭയിലുമാണോ ചെയ്ത് മാമയോ ശിവാനശകിയ അടുത്തി മുഞ്ചാ. ഓണരഥത്തിന് മൊഹബത്തിന്റെ മൈലാഞ്ചി മൊഞ്ചുള്ള സുന്ദരമായ ഒപ്പന. ഒരു നല്ലൊരു കൈഡി. ഇതിന് മുകളിൽ എന്ത് വേണം നമ്മുടെ മാവേലി? എന്താ വേണ്ടേ? അയ്യോ എനിക്കൊന്നും വേണ്ട. ഇവരൊക്കെ ഭയങ്കര സൂപ്പർ. പക്ഷെ ഇടക്ക് മാവേലി ഒരു മൊഹബത്തിന്റെ ഒരു നോട്ടൊക്കെ നോക്കണ്ടായിരുന്നല്ലോ. മാവേലിയോ അങ്ങനെയൊന്നും ഇല്ലല്ലേ. ഇവര് കേരള സംസ്ഥാന ട്രാൻസ്ജെൻഡേഴ്സിന്റെ സംസ്ഥാന കലോത്സവത്തില് എ ഗ്രേഡോട് കൂടി 1ാം സ്ഥാനം നേടിയ ടീമാണ് ഇവര്. അപ്പൊ ഉഷാറായിട്ട് ഒരു കൈ കൊടുക്കാം. അപ്പൊ ഇനി ഒരുപാട് വേദികൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പോവാണോ പാതാളത്തിലേക്ക് മാവേലിക്ക് കൂട്ടാനുള്ള പ്ലാൻ ഉണ്ടോ? ഈ കുട്ടീനെ എങ്ങനെ വീട്ടിലേക്ക് പറഞ്ഞേറ്റാ പറ്റില്ല. ഞാൻ അതിനെ കൊണ്ടേ വീട്ടിലാക്കിയിട്ട് വന്നാലോ? ഇത് എത്ര അങ്ങ് ഇട്ടിട്ടുള്ളത്? കള്ളന്മാരൊക്കെ ഉള്ള സമയമാണ്. ഞാൻ കൊണ്ടാക്കി കൊടുത്തോളാം. അല്ലേ അല്ലേ മോളെ വാ. സുരക്ഷിതം. ആർക്കോട് പൊന്നോണ കാഴ്ചകളുമായി നമ്മുടെ ഓണരഥം ഇങ്ങനെ മുന്നേറുമ്പോൾ ശ്രുതിമധുര നിറവിന്റെ സർഗഭംഗി വിരിഞ്ഞ ഈ ഒരു വേദിയിൽ പാട്ടിന് രാഗസന്ധി ഒരുക്കാൻ വേണ്ടി സെറയെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. ഒരു കൊച്ചു കലാകാരിയാണ്. ഒരു ഉഷാറായിട്ട് എല്ലാരും കൂടി നല്ലൊരു കാര്യം. കേട്ടില്ലേ കോട്ടയത്ത്, കേട്ടില്ലേ പരപ്പനങ്ങാടിയിൽ ഒരു മൂത്ത പിള്ളേച്ച്. മോള് നോക്കി പാടുന്നത് ഈ ചേട്ടനായിരുന്നല്ലോ. 90 കഴിഞ്ഞപ്പോ പെണ്ണ് കെട്ടാൻ പോയോ? ഇങ്ങോട്ട് വന്നേ. 90 കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ എത്ര വയസ്സായി? 35, 69 ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പേരെന്താണ്? രവീന്ദ്രൻ ചേട്ടൻ. ഞങ്ങളിവിടെ ഒരുപാട് പെർഫോമൻസ് ഇങ്ങനെ ചെയ്തു വരുമ്പോൾ അദ്ദേഹം നല്ല ആക്റ്റീവായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ നേരത്തെ ഞാൻ അദ്ദേഹത്തെ നോക്കി വെച്ചിരുന്നു. അതാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് വിളിച്ചത്. മോളെ പാട്ടിനെ കുറിച്ച് നല്ല അടിപൊളി പാട്ടാണ്. മക്കൾ ഇനിയും ഇതേമാതിരി വലുതായി നല്ല പാട്ടൊക്കെ പാടി അടിപൊളിയായിട്ട് വരണം. നല്ലൊരു ഭാവിയുണ്ട് കുട്ടിക്ക്. എല്ലാ അഭാവങ്ങളും ആശംസിക്കുന്നു. നമുക്ക് ഓണം ഒന്ന് തകർക്കാൻ വേണ്ടി ഒരു 2 പേര് ഓണപ്പാട്ട് ഏതെങ്കിലും. ഒരു നാടൻപാട്ട് വേണം. ഓക്കെ, എന്തായാലും നാടൻ പാട്ട് റെഡി അല്ലേ? യെസ്. തെങ്ങന്തലപ്പില് സൂര്യനുദിച്ചതുപോലെ എൻ്റെ മകള് കുഞ്ഞി പഴുക്കാതെ വരിയാണ്. തനറന്തിന് തന്തിന് താന തനറന്തിന് തന്തിന് താന തനറന്തിന് തന്തിന് താന തനതിന്താന. കഞ്ഞിക്കലത്തിൽ കൂട്ടാനും വെക്കും, കൂട്ടാങ്കലത്തിൽ കഞ്ഞിയും വെക്കും. എൻ്റെ മകള് കുഞ്ഞി പഴുക്കാതെ വരിയാണ്. തനറന്തിന് തന്തിന് താന തനറന്തിന് തന്തിന് താന തനറന്തിന് തന്തിന് താന തനതിന്താന. അക്വായി ഷർട്സ് നൽകുന്ന ഒരു ഓണക്കോടി ഉഷാറായിട്ടല്ലേ? നല്ലൊരു കേടി. അപ്പോൾ ഓണം അടിച്ചു പൊളിക്ക്. താങ്ക് യു കേട്ടോ. ഫ്ലവേഴ്സ് ടിവിയുടെ വക നല്ലൊരു കപ്പാണ് സമ്മാനം നൽകുന്നത്. ഫ്ലവേഴ്സ് ഓണരഥത്തിൽ ഇനി അടുത്തത് നമുക്കേറെ ഈ ഉത്സവകാലങ്ങളിലൊക്കെ കാണുന്ന ഒരു ഐറ്റമാണ്. ചടുല നൃത്ത താള സമന്വയങ്ങളുമായി നിങ്ങളെ വിസ്മയിപ്പിക്കാൻ വേണ്ടി ഒരു കൈകൊട്ടി ടീമിനെ ഇങ്ങനെ സ്വാഗതം ചെയ്യാം. അപ്പൊ നല്ലൊരു കൈകൊട്ടി. മോഹമുടൻ കൊടുപാടിടും ഈണം വേണികളാടിടും ഈരടി താളം. മോഹമുടൻ കൊടുപാടിടും ഈണം വേണികളാടിടും ഈരടി താളം. ദേവി സവിധം നിറയുകയായി, ദേവി സവിധം നിറയുകയായി പ്രണയ സ്വരൂപം ദേവൻ. മോഹമുടൻ കൊടുപാടിടും ഈണം വേണികളാടിടും ഈരടി താളം. ദേവി സവിധം നിറയുകയായി
രാമകഥാഗാനലയം മംഗളമെൻ തമ്പുരുവിൽ പകരുക സാഗരമേ ശ്രുതിലയ സാഗരമേ സാഗേതം പാടുകയാ ഹേ രാമാ കാതരയാ ശാരികയാ സാഗേതം പാടുകയായി വീണ്ടും രാമകഥാഗാനലയം മംഗളമെൻ തമ്പുരുവിൽ പകരുക സാഗരമേ ത്രുതിലയ സാഗരമേ ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ നിനക്ക് വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു താരകങ്ങൾ കണ്ണുവച്ച പാരിജാതമല്ലേ താഴെ എന്റെ കൂടെ നഞ്ഞ പഞ്ചവർണ്ണമല്ലേ തങ്കമെന്റെ കൺകവർണ്ണ പുണ്യം നീ എനിക്ക് മുത്താരം മനനിറയെ പൊന്നോണ കാഴ്ചകളുമായി ഫ്ലവേഴ്സിന്റെ ഓണരഥം ഇങ്ങനെ വൈൻഡപ്പ് ആവാൻ പോവുകയാണ്. ഇത്രയും നേരം നമ്മോടൊപ്പം ഉണ്ടായ നമ്മുടെ മാവേലിയെ വളരെ സ്നേഹത്തോടു കൂടി ഈ ഓണരഥത്തിന്റെ വീതിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. അദ്ദേഹത്തിന് മനോഹരമായൊരു സമ്മാനം ഫ്ലവേഴ്സിന്റെ ഭാഗത്തു നിന്ന് നൽകുകയാണ്. അഖോയ് ഷർട്ട്സ് നൽകുന്ന മനോഹരമായൊരു ഓണക്കോടിയാണ്. മാർഗഴി മാസത്തിൻ മാദക ജ്യോതിസേ മാരരി പൂവിൻ്റെ ജന്മതാരേ